പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ, മോറിയ മിനിസ്ട്രിയുടെ പ്രയർ ഗ്രൂപ്പിന്റെ ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞാൻ വേദപുസ്തകം വായിച്ചപ്പോൾ എന്നെ വളരെ ആകർഷിച്ച, എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു തിരുവചനമാണ് പ്രഭാഷകന്റെ പുസ്തകം. അതിന്റെ 40-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഓരോരുത്തർക്കും ധാരാളമായി ജോലി നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവർക്ക് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർക്ക് ധാരാളം ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തിരിച്ചു പോകുന്നവരെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്നവർക്കാണ് വിജയം വരിക്കുന്നത്. എല്ലാവരും ഭയത്തിലാണ്, എല്ലാവരും ഉത്കണ്ഠയിലാണ്, എല്ലാവരും നിരാശയിലാണ്, എല്ലാവരും ആകുലതയിലാണ്. എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ ഇതാണ് പ്രധാനം. വിശ്വസ്തയോടെ എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ തൊഴില്, എൻ്റെ ഭവനം, ഞാൻ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ വിശ്വസ്തയോടെ ചെയ്യുന്നവനെ ദൈവം കൈപിടിച്ചുയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്കറിയാം, ശിഷ്യന്മാരെ കർത്താവ് പല സ്ഥലത്തുനിന്ന് വിളിച്ച് ഒരുമിച്ച് കൂട്ടിയതാ. കർത്താവ് ഈശോ മിശിഹായെ അവിടുന്ന് യഹൂദർ പിടിച്ച് ബന്ധിച്ചു കഴിഞ്ഞോണ്ടേ ഇവര് കർത്താവ് വിളിച്ചതും കർത്താവ് കണ്ടതും കാര്യങ്ങളെല്ലാം മറന്ന്. ഇതാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അവരുടെ പിൻഗാമികളാണല്ലോ, അവരുടെ മക്കളാണല്ലോ, അവരെ അതേ സ്വഭാവം നമുക്കുണ്ടാകുമല്ലോ. നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കർത്താവ് വിളിച്ചതും കർത്താവ് പറഞ്ഞതും കർത്താവ് നമുക്ക് നൽകിയ നന്മകളെല്ലാം മറന്നിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. പണ്ട് ചെയ്ത അതേ തിന്മകൾ ചെയ്യാൻ, അല്ലെ അതേ ജോലികൾ ചെയ്യാൻ, അതേ ശീലങ്ങളിലേക്ക് നമ്മൾ പോകും. പത്രോസും ഒക്കെ എന്ത് ചെയ്തു? അവര് പണ്ട് ചെയ്ത മത്സ്യബന്ധനത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് കർത്താവ് ഈശോ മിശിഹ തിരിച്ചു വരുന്നത്. ഇതാണ് നമ്മുടെ വിളിയും നിയോഗങ്ങളും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നമ്മൾ നിർവഹിക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഏൽപ്പിക്കുന്ന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മാതാവിന്റെ ഉദരത്തിൽ നിന്ന് നീ വരുമ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യാത്തതാണ്, ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ടാണ് പറയുന്നത് യെരമ്യാ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം: നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടിരുന്നു. നിന്നെക്കുറിച്ചുള്ള പദ്ധതി, നിന്നെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എന്റെ കൈവെള്ളയിൽ എഴുതി. പക്ഷേ നീ അത് കാണുന്നില്ല, നീ അത് പ്രവർത്തിക്കുന്നില്ല, നീ അത് ചിന്തിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതിയോട്, ദൈവത്തിന്റെ ആഗ്രഹത്തോട്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാത്തത് മൂലം നമുക്ക് വന്ന നഷ്ടങ്ങളെല്ലാം അത് ലാഭമാക്കി കിട്ടാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് യാചിക്കാം. ദൈവത്തിന്റെ കൃപ കൊണ്ട് എന്നെയും എന്റെ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ബലപ്പെടുത്തണമേ. ദൈവമേ, എന്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണേ. ഇപ്പോൾ പരാജയത്തിലാണ്, എനിക്കെല്ലാം നഷ്ടങ്ങളാണ്, എന്റെ ഉത്കണ്ഠകളെല്ലാം എന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കാനുള്ള സ്വർഗീയ കൃപ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഭൂമിയിലേക്ക് ദൈവം എന്നെ അയക്കുമ്പോൾ, ഞാൻ ജനിച്ച പ്രദേശത്ത് എന്റെ മാതാപിതാക്കൾ, എന്റെ ജീവിതം സാഹചര്യങ്ങളിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ മറന്ന് ജീവിച്ച അവസ്ഥയിലേക്ക് ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ വൻ കൃപ ഒഴുക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മറന്ന് ജീവിച്ച, ഞാൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിന്ന അവസ്ഥ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ച അവസ്ഥ, ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ മാറി നിന്ന അവസ്ഥയിലേക്കല്ല ഈശോയുടെ ശക്തി കൊണ്ട് നിറയട്ടെ. ഈശോയുടെ ശക്തിയാൽ എന്നെയും എന്റെ പ്രവർത്തനങ്ങളെയും വിശുദ്ധീകരിച്ച് ഈശോയുടെ കൃപയാൽ എന്നെ അവിടുന്ന് പൊതിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും, എല്ലാവിധ ബലഹീനതകളിൽ നിന്നും ഈശോയെ എന്നെ വിടുവിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കുറിച്ചുള്ള ദൈവഹിതത്തിന് ചേർന്ന വിധം പ്രവർത്തിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുകളെയും
അഴിക്കണമേ. ചേർന്ന് ദൈവഹിതത്തോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള വൻ കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന്റെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.